നീ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ദൈവത്തെ നിനക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടോ? വിശുദ്ധ വേദപുസ്തകത്തിൽ തോമസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ അവന് പ്രത്യക്ഷനായില്ല എന്ന് പറഞ്ഞിങ്ങനെ വാശി പിടിച്ച് നിൽക്കുകയാണ്. ഏറ്റവും അവസാനം കർത്താവ് അവൻ്റെ മുമ്പിൽ തൊറ്റുകൊടുക്കുകയാണ്. തോമസേ, നീ ഇങ്ങോട്ട് വന്ന് എൻ്റെ വിലാപ്പുറത്ത് തൊട്ട് വിശ്വസിക്കടാ. ഈ തോമസ് വിലാപ്പുറത്ത് തൊട്ടതായി വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ല, എന്നാൽ ഞാൻ വിശ്വസിക്കുകയാണ്. അവനോടിപ്പോയി അവൻ ആ മുറിവിൽ തൊട്ട് കാണും. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ഉയർത്തെഴുന്നേറ്റ ശരീരത്തിൽ മുറിവുണ്ടോ എന്നൊന്നും ദൈവശാസ്ത്രം ചോദിച്ച് നിങ്ങൾ എന്നെ കുഴപ്പിക്കരുത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരു പക്ഷേ അവല്ലാത്ത മാംസത്തിൻ്റെ ആ ഇടിപ്പ് അവൻ അറിഞ്ഞിട്ടുണ്ടാവും. ആ മാംസത്തിൻ്റെ ചോരയുടെ ഒരു ചൂട് അവൻ്റെ കയ്യിൽ ഒരു പക്ഷേ അവൻ അനുഭവിച്ചിട്ടുണ്ടാവും. അവൻ രണ്ട് കൈയും എടുത്ത് നെഞ്ചത്തോട്ട് അടിച്ചിട്ട് ഒരു വിളി വിളിച്ചു, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ. അറിഞ്ഞവന് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല എന്ന് വേദപുസ്തകം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മറന്നു പോകരുത്. അറിഞ്ഞവൻ അടങ്ങിയിരിക്കാൻ അവൻ കഴിയില്ല. പുരോഹിത, നീ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാന എന്താണെന്ന് നീ അറിഞ്ഞോ? പ്രിയപ്പെട്ട ദൈവവിശ്വാസി, നീ പരിഗ്രഹിക്കുന്ന ഭാര്യയുടെ സങ്കടങ്ങൾ നീ അറിഞ്ഞിട്ടുണ്ടോ? നിൻ്റെ കുഞ്ഞിനോട്, നിൻ്റെ പ്രിയപ്പെട്ടവളോട്, നിൻ്റെ പ്രിയപ്പെട്ടവനോട് ഒരു പ്രണയമില്ലാതെ നിനക്ക് പോയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ സങ്കടമാണ്, മറന്നു പോകരുത്. അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിക്കാൻ ദൈവം തമ്പുരാൻ വിളിക്കുമ്പോൾ രണ്ടും കൽപ്പിച്ച് അബ്രഹാം ഇസഹാക്കിനെ കൊണ്ട് പോവുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇസഹാക്ക് അബ്രഹാമിനോട് ചോദിച്ചു, അപ്പ യാഗത്തിനുള്ള വസ്തു എവിടാണ്? അപ്പൻ പറഞ്ഞു, മോനെ, ദൈവം കരുതുമടാ. അത് കഴിഞ്ഞിട്ട് മോറിയ മല വരെ ആ കുഞ്ഞൊരൊറ്റ അക്ഷരം മിണ്ടിയിട്ടില്ല. പ്രിയമുള്ളവരെ, അവസാനം അവനെ കയ്യും കാലും കെട്ടി അവനെ ഈ യാഗപീഠത്തിൻ്റെ മണ്ടയ്ക്ക് കിടത്തുമ്പോൾ പോലും ഒരു വാക്ക് പിന്നീട് അവൻ ചോദിച്ചിട്ടില്ല. അപ്പം പറഞ്ഞല്ലോ കരുതുമെന്ന്, എന്തിയേപ്പാ അവൻ ചോദിച്ചില്ല. ഏറ്റവും അവസാനം ഒരപ്പൻ വെട്ടാൻ ഓങ്ങുമ്പോൾ ദൈവത്തിൻ്റെ അശരീരി ഉണ്ടാവുന്നു. എവിടുന്ന് കിട്ടി പ്രിയമുള്ളവരെ ഈ അപ്പൻ ഈ ധൈര്യം? 100-ാമത്തെ വയസ്സിൽ എനിക്കൊരു കുഞ്ഞിനെ തരാൻ കഴിയുമെങ്കിൽ അവൻ ഈ കുഞ്ഞിനേക്കാളും വലിയവനാണ്. എനിക്ക് ഈ കുഞ്ഞിനേക്കാൾ വലിയവനാണ് അവൻ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തരാൻ കഴിയുമെങ്കിൽ ഈ കിട്ടിയ അത്ഭുതങ്ങളെക്കാൾ അപ്പുറത്താണ് നിന്റെ ദൈവം. മറന്നു പോകരുത്. സാധു കൊച്ചുകുഞ്ഞുപദേശി എന്ന് പറയുന്ന ഭക്തനായ മനുഷ്യൻ സ്വന്തം കുഞ്ഞിനെ വെള്ള പുതപ്പിച്ച് മുമ്പിൽ കൊണ്ടുവന്ന് വെക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആ ഭക്തനായ മനുഷ്യൻ സ്വന്തം കുഞ്ഞിൻ്റെ ശവപ്പെട്ടിക്കരികിൽ നിന്ന് പാടിയൊരു പാട്ടുണ്ട്. വളരെ നിർനിമേഷരായി ഞാനും നിങ്ങളുമൊക്കെ മരണ വീട്ടിൽ പാടുന്ന പാട്ട്. ദുഃഖത്തിൻ്റെ പാനം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, കഷ്ടനഷ്ടം ഓർക്കുന്നില്ല, എപ്പോൾ എൻ്റെ കർത്താവിനെ ഒന്നു കാണാം എന്നേയുള്ളൂ. എപ്പോൾ എൻ്റെ കർത്താവിനെ ഒന്നു കാണാം എന്നേയുള്ളൂ. ആർക്ക് പാടാൻ പറ്റും? ദൈവത്തെ അറിഞ്ഞവന് മാത്രമേ പാടാൻ പറ്റൂ. സാധു കൊച്ചു കുഞ്ഞുപദേശി അപ്പനെ അറിഞ്ഞതുകൊണ്ട് സ്വന്തം കുഞ്ഞിൻ്റെ കടക്കക്കരികിൽ ആ മനുഷ്യൻ ഒരു കൂസലുമില്ലാതെ പാടി. സത്യവിശ്വാസി, നിനക്ക് കഴിയുമോ? ആരാണ് നിനക്ക് ദൈവം? കേവലം വസ്തുവീതം വെച്ച് തരുന്ന. നിങ്ങൾക്കറിയാം, വേൾഡ് കപ്പിൽ കിരീടം പ്രാപിക്കുമ്പോൾ മറഡോണയുടെ കൈ തട്ടി ഒരു ബോൾ ഗോളായി. അന്ന് പത്രക്കാർ മറഡോണയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ കൈ അതിൽ തട്ടിയില്ലേ? ഉടനെ മറഡോണ പറയുന്നുണ്ട്, ഇല്ല, എൻ്റെ കൈ തട്ടിയില്ല. പിന്നെ അത് ആരുടെ കൈയാ? ഉടനെ മറഡോണ പറയുന്ന മറുപടി ഉണ്ട്, ദൈവത്തിൻ്റെ കൈ. പിറ്റേ ദിവസം പത്രത്തിൽ അടിച്ചു വന്നു, ദൈവത്തിൻ്റെ കൈ. നിന്റെ കള്ളത്തരങ്ങൾക്ക് കൂട്ടു നിൽക്കുന്ന ഒരു തമ്പുരാനായിട്ടാണോ ദൈവത്തെ നീ മനസ്സിലാക്കിയത്? അല്ല, എ ഗോഡ് ഓഫ് കൺവീനിയൻസ്. നോ. അഭിമന്യ തിരുമേനി, ഞാൻ എഴുതി വെച്ച ഒരു സെന്റൻസ് അതുപോലെ പറഞ്ഞു. ഞായറാഴ്ച എടുത്തണയാൻ മാത്രം, ഞായറാഴ്ച വൈകിട്ട് ഊരി വെക്കാൻ മാത്രമുള്ള ഒരു ദൈവമായിട്ടാണോ നീ ഈ ദൈവത്തെ കണ്ടിട്ടുള്ളത്? അല്ല പ്രിയമുള്ളവരെ, നിന്റെ ജീവിതത്തെ അറിഞ്ഞവൻ, നിന്റെ ജീവിതത്തെ മനസ്സിലാക്കിയവൻ, നിന്റെ നൊമ്പരങ്ങളെ അറിഞ്ഞവൻ, നിന്റെ സങ്കടങ്ങളെ അറിഞ്ഞവൻ, നിന്റെ ഹൃദയഭാരങ്ങളെ അറിഞ്ഞവൻ, നിന്റെ വേദനകളെ അറിഞ്ഞവൻ, നിന്റെ ജീവിതത്തിൻ്റെ നിന്ന അറിഞ്ഞവൻ, നിന്റെ പരിഹാസങ്ങൾ അറിഞ്ഞവൻ, അവനാണ് ദൈവം. മറന്നു പോകരുത്. അവൻ അതുക്കും മേലെ അവനെ
ലഘൂകരിച്ച് കാണരുത്. അവൻ അതിനും മുകളിലാണ്. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്നേക്കൊരു 35 വർഷങ്ങൾക്ക് മുമ്പ് പ്രിയപ്പെട്ട ജോ മാത്യു അച്ഛൻ ഇവിടെ ഇരിപ്പുണ്ട്. ഈ ഭദ്രാസനത്തിൻ്റെ പഴയ ട്രസ്റ്റി എൻ്റെ പള്ളിക്കാരനാണ് ഇവിടെ ഇരിപ്പുണ്ട്. ഇന്നേക്ക് 35 വർഷങ്ങൾക്ക് മുമ്പ് 3 പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളുമായി ഒരു ശവപ്പെട്ടിയുടെ മുമ്പിൽ വല്ലാതെ നിസ്സംഗതയോടെ ഇരുന്ന ഒരു അമ്മ എൻ്റെ വീട്ടിലുണ്ട്. പ്രിയമുള്ളവരെ, പറക്കമുറ്റാത്ത 3 കുഞ്ഞുങ്ങളെയും കൊണ്ട് അപ്പൻ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്കായി ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോകുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു ശവപ്പെട്ടിയുടെ മുമ്പിൽ കരഞ്ഞ് തളർന്നു പോയൊരു അമ്മ എൻ്റെ വീട്ടിലുണ്ട്. പ്രിയമുള്ളവരെ, രാത്രിയുടെ യാമങ്ങളിൽ കുടുംബ പ്രാർത്ഥനയിൽ കണ്ണുനീരോടെ നിലത്ത് കിടന്ന് ഉരുണ്ട് ദൈവസന്നിധിയിൽ, ദൈവമേ എൻ്റെ മക്കൾ നശിച്ചു പോകല്ലേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച ഒരു അമ്മയുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് മലങ്കര മാർത്തോമാ സുറിയാനി സഭയിൽ 14 വർഷമായി ഒരു വൈദികനായി ദൈവം തമ്പുരാൻ എന്നെ ഉയർത്തിയെങ്കിൽ, ഈ കുന്നംകുളം മലബാർ ഭദ്രാസനത്തിൽ ദൈവവചനം പറയാൻ സ്വർഗത്തിലെ തമ്പുരാൻ ഈ ബലഹീനനായി എന്നെ പ്രാപ്തനാക്കിയെങ്കിൽ ഞാൻ പറയും, പ്രിയമുള്ളവരെ, നിന്റെ നൊമ്പരങ്ങളെ കണ്ടവൻ്റെ പേരാണ് സ്വർഗത്തിലെ അപ്പൻ. മറക്കരുത്. നിന്റെ ജീവിതത്തിൻ്റെ വേദനകളെ കണ്ടവൻ, നിന്റെ സങ്കടങ്ങളെ കണ്ടവൻ, നിന്റെ ദുരിതങ്ങളെ കണ്ടവൻ. നിനക്കവൻ വസ്തുവീതം വെക്കുന്നവനല്ല, അവൻ അതുക്കും മേലെ. ആ ദൈവത്തെ മനസ്സിലാക്കാതെ ഇന്ന് ഈ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകരുത്. കുഞ്ഞുങ്ങൾക്ക് ഈ ദൈവത്തെ കൊടുക്കണം. മോനെ, ഈ അപ്പൻ്റെ ദൈവമാരാണെന്ന് നീ അറിയണം. ഈ അമ്മയുടെ ദൈവമാരാണെന്ന് അവന് പറഞ്ഞു കൊടുക്കാൻ അപ്പനമ്മമാരെ നിങ്ങൾ മറന്നു പോകരുത് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാതെ കേവലം കാര്യസാധ്യങ്ങളുടെ ദൈവമായി തീരരുത്.